ഹായ് ഫ്രണ്ട്സ്, കുങ്ഫാൻ ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിസ് ജോഷി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടി കുങ്ഫു ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ട്രെയിനിങ് വീഡിയോസ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചാനൽ ഒന്ന് സെർച്ച് ചെയ്തെന്നുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നോർമലായിട്ടൊന്ന് ജമ്പ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ ടോയിൽ ഒന്ന് ജമ്പ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഹീൽ താഴെ ടച്ച് ചെയ്യേണ്ട, ടോ മാത്രം ടച്ച് ചെയ്യുന്ന വിധത്തിൽ ജസ്റ്റ് ഇതിൽ നിന്ന് താഴെ നിന്ന് ചെറിയൊരു പുഷ് കൊടുക്കുക. നോർമലി ഇതുപോലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഹൈറ്റ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. നമ്മളൊരു സ്പ്രിംഗ് ബോർഡിൽ വീഴുന്നത് പോലെ തന്നെ ആംഗിളിൽ ആക്ഷൻ കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒരു ആക്ഷൻ കിട്ടുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് ജമ്പ് ചെയ്തുകൊണ്ട് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് സ്വിങ് ചെയ്തുകൊണ്ട് ലെഗ് മാക്സിമം ഒന്ന് വൈഡ് ചെയ്യുക. അതുപോലെ അപ്പർ ബോഡി ബെൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് ടോയിൽ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബോഡി ഹീല് ടച്ച് ചെയ്യാതെ സൈഡിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഹിപ്പ് ട്വിസ്റ്റ് ആവുന്ന രീതിയിൽ അത് സിംഗിൾ ലെഗിലേക്ക് ആക്കുക. ഫസ്റ്റ് ടൈം 2 ലെഗും ചെയ്യാം. അതിനുശേഷം സിംഗിൾ ലെഗ് ടച്ച് വരുന്ന രീതിയിൽ. അപ്പോൾ അടുത്തായിട്ട് ലെഗ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. നീ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ടൈം ഇതുപോലെ ഒന്ന് നിന്ന് ചെയ്യാം. അതിനുശേഷം നോർമലൊന്നും നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്ത പോലെ ജമ്പ് ചെയ്യുക. ഈ ജമ്പിങ്ങിൻ്റെ മൂവ്മെൻറ്റിൽ തന്നെ ഇതുപോലെ ഒരു കാല് ഇതുപോലെ ടോ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതേ സമയത്ത് അടുത്ത കാല് റൊട്ടേറ്റ് ചെയ്യുക. സെയിം 2 സൈഡിലേക്കും ഈ ഒരു സൈഡിലേക്ക് സെയിം അതേ മൂവ്മെൻറ്റ്. അപ്പോൾ അടുത്തായിട്ട് കൈകളൊന്ന് ഇതുപോലെ അപ്പ് ചെയ്ത് പിടിക്കുക. ഇനി ഇവിടുന്ന് ബോഡി ഒന്ന് ജമ്പ് ചെയ്യുക. ജമ്പ് ചെയ്യുന്ന സമയത്ത് കൈ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്യുക. അതേ സമയത്ത് തന്നെ കാലും ലോവർ ബോഡിയും അപ്പർ ബോഡിയും ഒരുപോലെ സൈഡിലേക്ക് ബെൻഡ് ആവുന്നില്ല. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടുന്ന് ഫോർ എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് ജമ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ ലെഗും ഇതുപോലെ അങ്ങോട്ട് വിടുക. അതുപോലെ കൈയുടെ ആക്ഷനും തിരിച്ചു വിടുക. ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് ജമ്പ് ചെയ്യുന്ന സമയത്ത് 2 കാലും ബാക്കിലേക്കൊന്ന് ഫോൾഡ് ചെയ്യുന്നു. ഫോൾഡ് ചെയ്തിട്ട് നമ്മളെ ഹിപ്പിൻ്റെ സീറ്റിൻ്റെ ഈ 2 സൈഡിലും ലെഗ് വരുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ജമ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഈ 2 സൈഡിലേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ അടുത്തായിട്ട് ജമ്പ് ചെയ്തുകൊണ്ടൊന്ന് ബാക്കിലേക്കൊന്ന് ബെൻഡ് ചെയ്യുക. അപ്പർ ബോഡിയും ലോവർ ബോഡിയും ഒരുപോലെ ബെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത മൂവ്മെൻറ്റ് തന്നെ ലെഗ് ഫോൾഡ് ചെയ്തിട്ടൊന്ന് ജമ്പ് ചെയ്യുക. അതേ സമയത്ത് തന്നെ കൈകൾ ഇതുപോലെ ഒന്ന് ബാക്കിലേക്കൊന്ന് ബെൻഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് മാക്സിമം ജമ്പ് ചെയ്യുക. ജമ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കൈകൾ കൂടി ഇതുപോലെ ഒന്ന് റൈസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു മൂവ്മെൻറ്റ് ചെയ്യാം. ഇതും ജമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ 2 ലെഗും ഇതുപോലെ ഒരു സൈഡിലേക്ക് ബോഡിയുടെ ഈ ഒരു സൈഡിലേക്ക് 2 ലെഗും ഒരുമിച്ച് ഫോൾഡ് ചെയ്യുക. അതേ സമയത്ത് തന്നെ കൈകൾ കൊണ്ടുപോയിട്ട് ആ ലെഗിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നോക്കാം. 2 കൈയും ടച്ച് ചെയ്യുന്നത് ഓപ്പോസിറ്റ്. അപ്പോൾ ഇതുപോലെ ചെയ്യാം. അപ്പോൾ അടുത്തൊരു മൂവ്മെൻറ്റ് ലെഗ് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വെക്കുക. ഇനി ഇവിടുന്ന് ബാക്ക് ലെഗ് സ്ട്രൈറ്റ് ആയിട്ട് ബോഡിയുടെ സ്ട്രൈറ്റ് ആയിട്ട് റേസ് ചെയ്യുക. അതുപോലെ തന്നെ തിരിച്ച് ബാക്കിൽ വെക്കുക. അപ്പോൾ റേസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ പോയതുപോലെ തന്നെ തിരിച്ച് താഴേക്കും ഇതുപോലെ തന്നെ താഴേക്ക് എടുക്കുമ്പോഴും ഒരു ഫോഴ്സ് കൊടുത്തെടുക്കുക.
ലെഗ് മാക്സിമം ഹൈറ്റ് കിട്ടുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട്, നീ ബെൻഡ് ആവാതെ സ്ട്രെയിറ്റ് ആയിട്ട് റൈസ് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ്. നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്ക് ഫ്ലോറ് സ്ലിപ്പാവാതെ ഉള്ളൊരു ഫ്ലോറിൽ, ഒരു റഫായിട്ടുള്ളൊരു ഫ്ലോർ ഉപയോഗിക്കുക. ലെഗ് സ്ലിപ്പായി പോകാതെ ശ്രദ്ധിക്കുക, സ്റ്റാൻഡിലേക്ക് സ്ലിപ്പാകാതെ ശ്രദ്ധിക്കുക. അതിനുശേഷം നോർമലി ഒരു പുഷപ്സ് എടുക്കുക, ഒരു 10 പുഷപ്സ് നോർമലി പാം ഇതുപോലെ വെക്കുക, ഷോൾഡറിൻ്റെ അകലത്തിൽ കൈ വെക്കുക. അതിനുശേഷം ബോഡി ബെൻഡ് ആവാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 10 നമ്പർ പുഷപ്പ് എടുക്കുക. നിങ്ങൾ ഇങ്ങനെ പുഷപ്സ് കിട്ടാത്തവർ നീ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് ചെയ്താലും മതി. അപ്പം ചെയ്യാണ്ട് കുറച്ചും കൂടി ഇതാണ്. ഒട്ടും പുഷപ്സ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് അതുപോലെ നീ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ലെഗ് റൈസിൻ്റെ ഇടവേളകളിൽ സെയിം പുഷപ്സ് ആയിട്ടാണ് നമ്മൾ ആ ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് നോക്കാം. പഴയതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് ലെഗ് ഒന്ന് മുന്നിലേക്ക് വെക്കുക. ഇപ്പോൾ ഇടത് കാലാണ് വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ വലത് കൈ ഇതുപോലെ ബോഡിയുടെ സൈഡ് ഷോൾഡറിന് പാരലായിട്ട് ഇതുപോലെ ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് വെക്കുക. ഇനി ബാക്ക് ലെഗ് ഈ ഒരു ആംഗിളിൽ നമ്മൾ സ്ട്രൈറ്റ് അല്ല, ഇവിടെ നിന്ന് ഒരു ആംഗിളിലേക്ക് റൈസ് ചെയ്യുക. ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ കയ്യിൽ ഒന്ന് ടച്ചായിട്ട് താഴെ നമ്മൾ എവിടെയാണോ വെച്ചിരിക്കുന്നത് ആ ഒരു പാർട്ടിലേക്ക് ലെഗ് വരിക. അപ്പോൾ ആ ഒരു മൊമെൻ്റാണ് അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ റൊട്ടേഷൻ ഇതുപോലെ തന്നെ, ഇതുപോലെ ഇവിടെ നിന്നൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഹിപ്പൊന്ന് ഓപ്പൺ ആവുന്ന രീതിയിൽ അതുപോലെ 2 സൈഡിലേക്കും. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈ ടച്ച് കിട്ടാൻ വേണ്ടി കൈ ഇങ്ങോട്ട് അടുപ്പിക്കരുത്, ലെഗ് കൈയിൻ്റെ പൊസിഷനിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് പുഷപ്സ് എടുക്കുന്ന സമയത്ത് നെക്കുള്ളിൽ ഇതുപോലെ ഫിസ്റ്റ് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് സെയിം ഷോൾഡർ വിത്തിൽ തന്നെ വെക്കുക. ഇനി ഇവിടെ നിന്ന് ബോഡി സ്ട്രൈറ്റ് ആക്കിയിട്ട് ഈ ഒരു പുഷപ്സും 10 നമ്പർ എടുക്കുന്ന സമയത്ത് ബോഡി ബെൻഡ് ആകാതെ നടുവ് ഇങ്ങനെ ബെൻഡായൊന്നും പോകാതെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പവർ കൊടുത്ത് തന്നെ പിടിക്കുക. ഇതും 10 നമ്പർ ചെയ്യുക. അത് നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് ചെയ്യാം. സ്റ്റെപ്പ് മുന്നിലേക്ക് തന്നെ വെക്കുക. ഇവിടെ നിന്ന് ഫ്രണ്ട് ലെഗ് നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് റൈസ് ചെയ്യുക. ഈ ലെഗ് ഇവിടെ വെക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ലെഗ് അതുപോലെ തന്നെ ബാക്കിലേക്ക് റൈസ് ചെയ്യുക. തിരിച്ച് ഇവിടെ തന്നെ വരിക. 1 2 ഇതുപോലെ 1 2 1 2 ഇതുപോലെ 2 ലെഗും 1 by 1 ആയിട്ട് വരുന്ന രീതിയിൽ അതുപോലെ തന്നെ ചേഞ്ച് ചെയ്തിട്ടും 1 2 1 2 1 2 ഇതുപോലെ 2 സൈഡ് ചെയ്യുക. അത് നമുക്ക് അടുത്തൊരു പുഷപ്സ് ചെയ്യാം. ഇത്തവണ കൈകൾ ഇതുപോലെ റിസ്റ്റ് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് വെച്ചോണ്ടാണ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി പാം തന്നെ വെക്കുക, അതല്ലെങ്കിൽ ഫിസ്റ്റ് വെച്ച് ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവർ ഇതുപോലെ തന്നെ ചെയ്യാം. കൈകൾ ഇതുപോലെ തന്നെ ഈ ഒരു പൊസിഷനിലേക്ക് വെക്കുക. ഇനി ഇവിടെ നിന്ന് അപ്പ് ചെയ്യുക. ഇതും 10 നമ്പർ ചെയ്യാം. അത് നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് ചെയ്യാം. സ്റ്റെപ്പ് ഫോർവേഡ് തന്നെ വെക്കുക. 2 കൈകളും ഈ ഒരു സൈഡ്, ഇപ്പോൾ ലെഫ്റ്റ് ലെഗാണ് വെക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് 2 കൈ ഇതുപോലെ ഒന്ന് അപ്പ് ചെയ്ത് വെക്കുക. ഇനി ഇവിടുന്ന് നമ്മുടെ ലെഗ് ബാക്കിലെ ലെഗ് ഈ ഒരു ആംഗിളിലേക്ക് തന്നെ, ഇവിടുന്ന് ലെഫ്റ്റ് ആംഗിളിലേക്കാണ് നമ്മൾ ഈ ലെഗ് റൈസ് ചെയ്യുന്നത്. ആ ലെഗ് റൈസ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ കൈകൾ ഇതുപോലെ റൈറ്റ് ആംഗിളിലേക്ക്, ലോവർ ലെഗ് മുകളിലേക്ക് പോകുന്ന സമയത്ത് കൈ താഴേക്ക് ഓപ്പോസിറ്റ് നിന്ന് കട്ട് ചെയ്യാം. ഇവിടുന്ന് ഇതുപോലെ തന്നെ ലെഗ് താഴെ വെക്കുന്ന സമയത്ത് കൈകൾ തിരിച്ച് ഈ ഒരു പൊസിഷനിലേക്ക്, കൈയും കാലും കുറച്ച് ഫോഴ്സ് കൊടുത്തുകൊണ്ട്, മാക്സിമം ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് ചെയ്യാം. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് കൈകൾ ഇവിടെ വെക്കുക ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ ചെയ്യാം. അപ്പോൾ അടുത്തൊരു പുഷപ്പായിട്ട് നമുക്ക് ഫിംഗർ ചെയ്യാം. ഫിംഗർ ചെയ്യാൻ പറ്റാത്തവർ ആദ്യം പറഞ്ഞ പോലെ പാമോ അതല്ലെങ്കിൽ ഫിസ്റ്റോ ചെയ്യുക. നിങ്ങൾ ആ പുഷപ്സ് ഇത്ര നമ്പറുകൾ എല്ലാ ഇടവേളകളിലും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ മൂവ്മെൻറ്റ് ലെഗ് റൈസ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഒരു ബാലൻസ് ആയിട്ട് ഈ ഒരു പുഷപ്സ് ചെയ്യുക. എന്നിട്ട് അടുത്ത മൂവ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഫിംഗറിലേക്ക് കിട്ടില്ലെങ്കിൽ നിങ്ങൾ പാം തന്നെ വെക്കുക, അല്ലെങ്കിൽ ഫിസ്റ്റ് വെക്കുക. ഫിംഗറിലേക്ക് കിട്ടുന്നവർ ബെൻഡ് അധികം വരാതെ നിങ്ങൾ ഓരോ ദിവസം ആദ്യം ഇങ്ങനെ ബെൻഡ് വന്നാലും പിന്നീട് ടിപ്പ് ഇങ്ങനെ താഴേക്ക് പോയിൻ്റായിട്ട് തന്നെ വരുന്ന രീതിയിൽ, വിരലുകൾക്ക് നല്ല ഫോഴ്സ് കിട്ടുന്ന രീതിയിൽ.
അപ്പോൾ ഇതുപോലെ ചെയ്യാം. അപ്പോൾ അടുത്തൊരു മൂവ്മെൻറ്റ് ചെയ്യാം നമുക്ക്. ലെഗ് ഇതുപോലെ മുന്നിലേക്ക് തന്നെ വെക്കുക. ഇനി ബാക്ക് ലെഗ് ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ ബാക്ക് ലെഗ് ഈ ആംഗിളിലേക്ക് റേസ് ചെയ്യുന്നു. ആംഗിളിലേക്ക് ഇതുപോലെ റേസ് ചെയ്തിട്ട് തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ ലെഗ് വെച്ചിരിക്കുന്നത് ഈ ആംഗിളിലേക്ക് തന്നെ ജസ്റ്റ് ബോഡി ഇതുപോലെ തന്നെ താഴേക്ക് ഈ നീ സ്റ്റഡി ആവുന്ന രീതിയിൽ ഫ്ലോറിലേക്കൊന്ന് താഴെ വീണ് പോകരുത്. ജസ്റ്റ് ഈ സ്റ്റാൻഡിൽ ഇതിലൊന്ന് ബാലൻസ് ചെയ്ത് കൈ ഇതുപോലെ ഒന്ന് ഈ ഒരു വശത്തേക്കൊന്ന് ബാലൻസ് ചെയ്ത് നമ്മുടെ ബോഡീനെ ഒന്ന് വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് വെച്ചേക്കുക. ഇനി ഇവിടുന്ന് ഈ ഒരു പൊസിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് അടുത്ത മൂവ്മെൻറ്റ് റേസായി വരുമ്പോഴത്തേക്കും അടുത്ത മൂവ്മെൻറ്റ് വരിക. വീണ്ടും പോകുന്ന സമയത്ത് ഇതിലേക്ക് ഈ ഒരു മൂവ്മെൻറ്റ് സ്ലോയിലൊന്നും ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്കൊരു ഫ്ലോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒറ്റ മൂവ്മെൻ്റായിട്ട് ചെയ്യാം. ഓപ്പോസിറ്റും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാം. അത് നമുക്ക് അടുത്തൊരു പുഷപ്സ് എടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ 3 ഫിംഗറിനാണ് 5 വിരൽ കുത്തിയ സ്ഥലത്ത് നമ്മൾ 3 വിരലിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യാൻ പറ്റാത്തവർ നിങ്ങൾ പാം തന്നെ ചെയ്താൽ മതി. ഫസ്റ്റ് പറഞ്ഞല്ലോ ഇതുപോലെ പുഷപ്സ് എടുക്കുക. അപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ അടുത്തൊരു വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് വീഡിയോയിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.